വെൽക്കം ടു വൈൽഡ് മാലോ. LDC എക്സാം സ്പെഷ്യൽ ടോപ്പിക്കിൽ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് അന്തരീക്ഷമർദ്ദം, കാറ്റുകൾ എന്നിവയെ സംബന്ധിക്കുന്ന മുൻവർഷ PSC ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനാൽ കാറ്റുകൾ തീരെ ദുർബലമായ ഏത് മർദ്ദമേഖലയാണ് കാറ്റുകളില്ലാത്ത മേഖല എന്നർത്ഥത്തിൽ വരുന്ന നിർവാത മേഖല എന്നറിയപ്പെടുന്നത്? മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനാൽ കാറ്റുകൾ തീരെ ദുർബലമായ ഏത് മർദ്ദമേഖലയാണ് കാറ്റുകളില്ലാത്ത മേഖല അഥവാ നിർവാത മേഖല എന്നറിയപ്പെടുന്നത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരത്തെ വിളിക്കുന്ന പേര്. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരത്തെ വിളിക്കുന്നത് അന്തരീക്ഷമർദ്ദം. ചതുരശ്ര സെന്റിമീറ്ററിന് എത്ര മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ഭാരം ചെലുത്തുന്നത്? ചതുരശ്ര സെന്റിമീറ്ററിന് എത്ര മില്ലിഗ്രാം എന്ന തോതിലാണ് ഭൗമോപരിതലത്തിൽ വായു ഭാരം ചെലുത്തുന്നത്? 1034 മില്ലിഗ്രാം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന റെസബാരോമീറ്റർ കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാര്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെസബാരോമീറ്റർ. അത് കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്ന ഏകകങ്ങൾ ഏതൊക്കെ? അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്ന ഏകകങ്ങൾ ഏതൊക്കെയാണ്? മില്ലിബാർ, ഹെക്ടോ. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ രസത്തിന്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടിക കുഴലിൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ശരാശരി അന്തരീക്ഷമർദ്ദത്തിന്റെ രസത്തിന്റെ നിരപ്പ് അത് നിറച്ചിട്ടുള്ള സ്ഫടിക കുഴലിൽ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 76 സെന്റിമീറ്റർ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഏകദേശം 10 മീറ്റർ ഉയരത്തിന് എത്ര മില്ലിബാർ എന്ന തോതിലാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്? ഏകദേശം 10 മീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. 10 മില്ലിമീറ്റർ ഉയരത്തിന് 1 മില്ലിബാർ എന്ന തോതിലാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി അനുഭവപ്പെടാൻ കാരണം ഉയർന്ന മർദ്ദത്തിലെ കുറവാണ്. ഉയർന്ന സ്ഥലങ്ങളിൽ വായുമർദ്ദം കുറവായിരിക്കും, അതുകൊണ്ടാണ് ചെവി അടയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഉയരവും അന്തരീക്ഷമർദ്ദവും തമ്മിൽ ഏത് അനുപാതത്തിലാണ്? ഉയരവും അന്തരീക്ഷമർദ്ദവും ഏത് അനുപാതത്തിലാണ്? വിപരീത അനുപാതത്തിലാണ്. ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. സമ്മർദ്ദ രേഖകൾ നേർരേഖകളാവുകയും ഘർഷണമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മർദ്ദചെരിവ് മാനബലവും കോറിയോളിസിസ് ബലവും സന്തുലിതമാകുന്നു. അതിന്റെ ഫലമായി കാറ്റുകൾ സമ്മർദ്ദ രേഖകൾക്ക് സമാന്തരമായിട്ട് വീശുന്നു. ഇത്തരം കാറ്റുകളെ വിളിക്കുന്നത് എന്താണ്? സമ്മർദ്ദ രേഖകൾ നേർരേഖകളാവുകയും ഘർഷണമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മർദ്ദചെരിവ് മാനബലവും കോറിയോളിസിസ് ബലവും സന്തുലിതമാകുന്നു. അതിന്റെ ഫലമായി കാറ്റുകൾ സമ്മർദ്ദ രേഖകൾക്ക് സമാന്തരമായി വീശുന്നു. ഇത്തരം കാറ്റുകളെ വിളിക്കുന്നതാണ് ഭൂവിക്ഷേപവാതങ്ങൾ. ഭൂവിക്ഷേപവാതങ്ങൾ. നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിന്റെ മർദ്ദം എന്തായിരിക്കും? നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിന്റെ മർദ്ദം കുറവായിരിക്കും. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനത്തെ വിളിക്കുന്നത് എന്താണ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനത്തെ വിളിക്കുന്നതാണ് കാറ്റുകൾ. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന
സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത് സമ്മർദ്ദ രേഖകൾ അഥവാ ഐസോബാർ. സമ്മർദ്ദ രേഖകൾ അഥവാ ഐസോബാർ. ബാരോമീറ്ററിലെ നിരക്ക് പെട്ടെന്ന് താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ബാരോമീറ്ററിലെ നിരക്ക് പെട്ടെന്ന് താഴുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൊടുങ്കാറ്റിനെ. അന്തരീക്ഷമർദ്ദം ഏറെക്കുറെ ഒരേപോലെ കാണപ്പെടുന്ന അക്ഷാംശ മേഖലകളെ പൊതുവിൽ എന്താണ് വിളിക്കുന്നത്? അന്തരീക്ഷമർദ്ദം ഏറെക്കുറെ ഒരേപോലെ കാണപ്പെടുന്ന അക്ഷാംശ മേഖലകളെ പൊതുവിൽ എന്താണ് വിളിക്കുന്നത്? ആഗോളമർദ്ദ മേഖലകൾ. ഭൗമോപരിതലത്തിൽ 3 ലഘുമർദ്ദ മേഖലകളാണുള്ളത്. എന്നാൽ എത്ര ഗുരുമർദ്ദ മേഖലകളുണ്ട്? ഭൗമോപരിതലത്തിൽ 3 ലഘുമർദ്ദ മേഖലകളാണുള്ളത്. എന്നാൽ എത്ര ഗുരുമർദ്ദ മേഖലകളുണ്ട്? 4 ഗുരുമർദ്ദ മേഖലകളുണ്ട്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ചൂട് കൂടുതലായിരിക്കുന്ന മർദ്ദമേഖല ഏതാണ്? വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ചൂട് കൂടുതലായിരിക്കുന്ന മർദ്ദമേഖല ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖയ്ക്ക് സമീപം സമുദ്രനിരപ്പിലെ മർദ്ദം കുറവായ മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖയ്ക്ക് സമീപം സമുദ്രനിരപ്പിലെ മർദ്ദം കുറവായ മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖാ പ്രദേശത്തു നിന്ന് ചൂടുപിടിച്ച വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഈ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. ഉടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന ഈ മേഖല ഏതാണ്? മധ്യരേഖാ പ്രദേശത്തു നിന്ന് ചൂടുപിടിച്ച വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഈ മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും താഴുന്നു. ഉടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന ഈ മേഖല ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് 30 ഡിഗ്രി വടക്ക് മുതൽ 30 ഡിഗ്രി തെക്ക് വരെ ഉയർന്ന അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? മധ്യരേഖാ പ്രദേശത്ത് നിന്ന് 30 ഡിഗ്രി വടക്ക് മുതൽ 30 ഡിഗ്രി തെക്ക് വരെ ഉയർന്ന അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ വായുവിന് തണുപ്പ് ഏറെയുള്ള ഏത് മേഖലയിലാണ് ഉടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത്? ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ വായുവിന് തണുപ്പ് ഏറെയുള്ള ഏത് മേഖലയിലാണ് ഉടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത്? ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. ധ്രുവത്തിന് അടുത്തായി 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കുമായി കാണപ്പെടുന്ന ന്യൂനമർദ്ദ മേഖല ഏതാണ്? ധ്രുവത്തിനടുത്തായി 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കുമായിട്ട് കാണപ്പെടുന്ന ന്യൂനമർദ്ദ മേഖല ഏതാണ്? ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന ഏതു മർദ്ദമേഖലയിലാണ് ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ സദാ ഉച്ചമർദ്ദമായിരിക്കുന്നത്? വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന ഏത് മർദ്ദമേഖലയിലാണ് ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ സദാ ഉച്ചമർദ്ദമായിരിക്കുന്നത്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇരു ധ്രുവങ്ങളിലും മർദ്ദം വളരെ കൂടുതലായി അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? ഇരു ധ്രുവങ്ങളിലും മർദ്ദം വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന മേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ്. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെ വിളിക്കുന്നത് എന്താണ്? ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെ വിളിക്കുന്ന പേര് മർദ്ദചരിവ്. സമ്മർദ്ദ രേഖകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന ഇടങ്ങളിൽ മർദ്ദചരിവ് കൂടുതലും, സമ്മർദ്ദ രേഖകൾ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മർദ്ദചരിവ് ഡാഷ് ആയിരിക്കും. സമ്മർദ്ദ രേഖകൾ അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അവിടെ മർദ്ദചരിവ് കൂടുതലും, അകന്നാണ് കാണുന്നതെങ്കിൽ അവിടെ കുറവുമായിരിക്കും. മർദ്ദചരിവ് മാനബലം കൂടുന്തോറും കാറ്റിന്റെ വേഗതയ്ക്കും ദിശാവ്യതിയാനത്തിനും എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മർദ്ദചരിവ് മാനബലം കൂടുന്തോറും കാറ്റിന്റെ വേഗതയ്ക്കും ദിശാവ്യതിയാനത്തിനും എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? കാറ്റിന്റെ വേഗതയും വ്യതിയാനവും കൂടുന്നു.
ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ എന്താണ് വിളിക്കുന്നത്? ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാതങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആഗോളവാതങ്ങൾ. രണ്ട് അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെ വിളിക്കുന്നത് എന്താണ്? രണ്ട് അർദ്ധഗോളങ്ങൾ, അതായത് ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും. ഇവിടുത്തെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് വാണിജ്യവാതങ്ങൾ. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്ന് വീശുന്ന വാണിജ്യവാതങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാതങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്ന പേര് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നായതിനാൽ അവയെ വിളിക്കുന്ന പേരെന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതിനാൽ അവയെ വിളിക്കുന്ന പേര് പശ്ചിമവാതങ്ങൾ എന്നാണ്. എന്താണ് പശ്ചിമവാതങ്ങൾ? ഇനി എന്താണ് കുതിര അക്ഷാംശം? ഭൂമധ്യരേഖയുടെ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമുള്ള അക്ഷാംശങ്ങളെയാണ് കുതിര അക്ഷാംശം എന്ന് അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയുടെ 30 ഡിഗ്രി വടക്കും തെക്കുമുള്ള അക്ഷാംശങ്ങളാണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത്. യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരുന്ന പഴയകാല ചരക്ക് കപ്പലുകളിലെ പ്രധാന കയറ്റുമതി ഇനമായിരുന്നു മുന്തിയ ഇനം കുതിരകൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾ സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കപ്പലിന്റെ ഭാരം കുറച്ചാൽ സഞ്ചാരം എളുപ്പമാകുന്നതുകൊണ്ടും സംരക്ഷണത്തിനായിട്ട് കപ്പലിൽ ഉണ്ടായിരുന്ന കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുക പതിവായിരുന്നു. അതിനാലാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അഥവാ കുതിര അക്ഷാംശം എന്ന പേര് വന്നത്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അഥവാ കുതിര അക്ഷാംശം എന്ന പേര് വന്നത്. ശാന്തമായ കാറ്റും ചെറിയ മഴയും ഈ അക്ഷാംശങ്ങളുടെ സവിശേഷതയാണ്. ഈ അക്ഷാംശങ്ങളിലെ വരണ്ട കാലാവസ്ഥ മരുഭൂമികൾ രൂപം കൊള്ളാൻ ഇടയാക്കിയിട്ടുണ്ട്. സഹാറ മരുഭൂമിയും അമേരിക്കയിലെയും മെക്സിക്കോയിലെയും തെക്കു പടിഞ്ഞാറൻ മരുഭൂമികളും അറ്റക്കാമ, കലഹാരി, ഓസ്ട്രേലിയൻ മരുഭൂമികളും കുതിര അക്ഷാംശങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഏതൊക്കെയാണ്? സഹാറ മരുഭൂമി, അമേരിക്കയിലെയും മെക്സിക്കോയിലെയും തെക്കു പടിഞ്ഞാറൻ മരുഭൂമികളും അറ്റക്കാമ, കലഹാരി, ഓസ്ട്രേലിയൻ മരുഭൂമികളും കുതിര അക്ഷാംശത്തിലാണ് നിലകൊള്ളുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.